നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ടൗൺഷിപ്പുകൾ വളരെ വേഗത്തിൽ തന്നെ നിർമ്മിച്ചു കഴിയും. 750 കോടി രൂപ മുതൽ മുടക്ക്. വയനാട്ടിൽ അങ്ങനെ ഏറെക്കാലത്തിന് ശേഷം പുനരധിവാസത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് പുതുവർഷ ദിനത്തിൽ പുറത്തുവരുന്നത്. പുനരധിവാസത്തിൻ്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 5 സെന്റിലും 10 സെന്റിലുമായി വീടുകൾ നിർമ്മിക്കാനായി ഒരുങ്ങുന്നു. അങ്ങനെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം സംബന്ധിച്ചുള്ള ക്യാബിനറ്റ് ചർച്ച നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ 2 മോഡൽ ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിലും നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് ഈ 2 മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും തൊട്ടുപിന്നാലെ വിശദീകരിക്കുന്നുണ്ട്. പുനരധിവാസത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകിയത്. ഇനി എങ്ങനെയായിരിക്കും പുനരധിവാസം എന്നതിൻ്റെ മാതൃകയുടെ ദൃശ്യാവിഷ്കാരവും കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ പദ്ധതികൾക്ക് അംഗീകാരവും നൽകി. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഈ പുനരധിവാസത്തിൻ്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. മുതൽ മുടക്കെന്ന് പറയുന്നത് 750 കോടി രൂപ. കിഫ്കോണിനാണ് ഇതിൻ്റെ നിർമ്മാണ മേൽനോട്ടം. കൽപ്പറ്റയിൽ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ടൗൺഷിപ്പിൽ 5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുന്നത്. വീട് മാത്രമല്ല, ഇതോടൊപ്പം അനുബന്ധമായി റോഡ്, പാർക്ക് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഭൂകമ്പത്തെ തന്നെ അതിജീവിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന മാതൃകയിലുള്ള നിർമ്മാണ പ്രവർത്തനമായിരിക്കും നടത്തുക എന്നും ചീഫ് സെക്രട്ടറി പറയുന്നു. കൽപ്പറ്റ ടൗൺഷിപ്പിലായിരിക്കും ഏറ്റവും അധികം പ്ലോട്ടുകൾ ലഭിക്കുന്നത്. സുസ്ഥിരമായ രീതിയിലെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കും. RCC ഫ്രെയിമിലെ നിർമ്മാണമായിരിക്കും ഇവിടെ പ്രധാനമായി നോക്കിക്കാണുന്നത്. അതുകൂടാതെ ഈ ടൗൺഷിപ്പ് വരുന്നത് ദേശീയപാതയ്ക്ക് അടുത്തായി കൂടി തന്നെയാണ്. നെടുമ്പാല എന്ന് പറയുന്നത് കുറച്ചുകൂടി മാറി ഒരു മലയോര മേഖലയാണ്, മലയോര പ്രദേശമാണ്. മേപ്പാടി പഞ്ചായത്തിലാണ് നെടുമ്പാല ഉൾപ്പെടുന്നത്. ഇവിടെ 10 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ വീടുകൾ നിർമ്മിക്കും. 2 നില വീടുകളാക്കി മാറ്റാനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തി തന്നെ ആയിരിക്കും ഈ വീടിന് അടിസ്ഥാനമിടുന്നത്. അത് വേണമെങ്കിൽ വീട്ടുകാർക്ക് തന്നെ പിന്നീട് ഒരു സമയം ലഭിക്കുന്ന സമയത്ത് അവർക്ക് വീടുകൾ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ എല്ലാ വീടുകളിലും പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടുത്തും. ക്ലസ്റ്റർ മാതൃകയിൽ തന്നെയാണ് ഈ വീടുകളെ നിർമ്മിക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി പറയുന്നുണ്ട്. പുനരധിവാസത്തിൽ വീട് നിർമ്മാണം മാത്രമല്ല, ഉപജീവന മാർഗമടക്കം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എല്ലാ സഹായങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി പൂർത്തീകരിക്കും. എൽസ്റ്റോൺ എസ്റ്റേറ്റിലും 58.5 ഹെക്ടറും നെടുമ്പാലയിൽ 48.96 ഹെക്ടറുമാണ് ഏറ്റെടുക്കുന്നത്. ഡ്രോൺ സർവേയിലൂടെ ഈ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫീൽഡ് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട് മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു മാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാലയങ്ങൾ, ശുചിത്വ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ അവിടെ ഉറപ്പാക്കും. ഇതിൻ്റെ ഒരു അന്തിമ പട്ടിക ജനുവരി 25-നകം തന്നെ പുറത്തിറക്കണം. ദുരന്തബാധിത കുടുംബങ്ങളെ കണ്ടെത്താൻ പൂർണ്ണമായും കഴിഞ്ഞിരിക്കണം എന്നുള്ള വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ആളുകൾ ഇന്നും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദുരന്തത്തിന് ഇരയായവർക്ക് ഉപജീവന മാർഗം തന്നെ ഒരുക്കുന്നതിൽ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിനുവേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ സർവേ നടത്തി കഴിഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ 4658 പേരിലാണ് ഈ സർവേ നടത്തിയത്. 79 പേർ ഇതിൽ മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന 192 പേരുണ്ട്. സൂക്ഷ്മ സംരംഭങ്ങളുള്ള 1034 പേരുണ്ട്. മറ്റ് വരുമാന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത 585 പേരുണ്ട്. ഇവരൊക്കെ തന്നെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക എന്ന വലിയ വെല്ലുവിളി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പുനരധിവസിപ്പിക്കപ്പെട്ടതിന് ശേഷവും ടൗൺഷിപ്പിലേക്ക് ദുരന്ത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവും അവർക്ക് തന്നെ കൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയായി കിഫ്ബിയെ ചുമതലപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനം കൂടിയായിട്ടുള്ള കിഫ്കോണിനെയും ചുമതലപ്പെടുത്തും. ധനനിയമ വകുപ്പുകളുടെ അഭിപ്രായം അനുസരിച്ച് ആരാഞ്ഞുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണത്തിലുള്ള കരാറുകാരായി തന്നെ നാമനിർദ്ദേശം ചെയ്യാനും ഇതോടൊപ്പം തന്നെ അങ്ങ് തീരുമാനമാക്കി. ത്രിതല സംവിധാനമാണ് ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ പ്രധാനമായും ഉണ്ടാവുക. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും ഈ പദ്ധതിയുടെ നേതൃത്വം. പ്രതിപക്ഷ നേതാവും മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ഉപദേശക സമിതിയും ഇതോടൊപ്പം തന്നെ രൂപീകരിക്കും. സ്ഥിരമായ പുനരധിവാസത്തിന് ഒരു കുടുംബത്തിന് വേണ്ടി വരുന്ന പണമെന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിട്ടാണ് കണക്കാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതുൾപ്പെടെ കണ്ടെത്തി ഇതുകൂടാതെ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നവരെ കൂടി കണ്ടെത്തി ക്രോഡീകരിച്ച് അവരുടെ വാഗ്ദാനങ്ങൾ ഉറപ്പാക്കി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ കൂടി സർക്കാർ തലത്തിൽ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.